أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മഹാനായ അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആ യാത്രയിൽ ക്ഷീണം മാറ്റാൻ ഒരിടത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അവരുടെ അടുക്കലൂടെ മലഞ്ചെരിവിലൂടെ ആടുകളെ മേയിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇടയനെ കാണാനിടയായി. ആ സമയത്ത് അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഇടയനെ വിളിച്ചുകൊണ്ട്, യുവാവേ, താങ്കൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരൂ, ഞങ്ങളുടെ കൂടെ അല്പം ഭക്ഷണം കഴിക്കാം എന്ന് വിളിച്ച് ഭക്ഷണത്തിന് വിളിച്ച സമയത്ത് ഈ യുവാവ്, ഈ ഇടയൻ അവരോട്, അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ക്ഷമിക്കണം, ഞാനൊരു നോമ്പുകാരനാണ്. മഹാനായ അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടുപോയി. കഠിനമായ ചൂടാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഈ വെയിലത്ത് മലഞ്ചെരുവുകളിലൂടെ ഈ ആടുകളെ മേയിച്ചു നടക്കുമ്പോഴും ഇദ്ദേഹം ഒരു നോമ്പുകാരനാണ്. അങ്ങനെയെങ്കിൽ ഈ ഇടയന്റെ യുവാവിന്റെ തഖ്വയൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ച് അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ യുവാവിനോട് പറയുകയാണ്, താങ്കളുടെ ആടുകളിൽ നിന്ന് ഒരു ആടിനെ ഞങ്ങൾക്ക് വിൽക്കുമോ? ഞങ്ങൾ പണം തരാം.
ആ സമയത്ത് ഈ യുവാവ് ഇവരോട് പറയുകയാണ്, ക്ഷമിക്കണം, ഇത് എന്റെ ആടുകളല്ല, ഈ ആടുകൾ എന്റെ യജമാനന്റെ ആടുകളാണ്. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ എനിക്ക് എങ്ങനെ ഇതിൽ നിന്നും ഒന്നിനെ വിൽക്കാൻ കഴിയും? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ യുവാവിനോട് പറഞ്ഞു, താങ്കളുടെ യജമാനനോട് ഒരു ആടിനെ ചെന്നായ കടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? മാത്രവുമല്ല, താങ്കൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങൾ മാംസവും തരാം. താങ്കളുടെ യജമാനനോട് ഒന്ന് ചെന്നായ കടിച്ചു പോയി എന്ന് പറഞ്ഞാൽ പോരെ? സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ അന്നത്തെ കാലത്ത് ഒരുപാട് ആടുകളെ മേച്ച് നടക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ചെന്നായ പിടിച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സമയത്ത് ഈ ഇടയനായ യുവാവ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഫഅൈനല്ലാഹ്, അപ്പോൾ അല്ലാഹു എവിടെയാണ്? അപ്പോൾ അല്ലാഹു എവിടെയാണ്? യജമാനനെ എനിക്ക് പറ്റിക്കാം, പക്ഷേ എന്നെയും നിങ്ങളെയും ഈ ലോകത്തെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ ഞാൻ എവിടെ ഒളിപ്പിക്കും? എന്നെയും നിങ്ങളെയും ഈ ലോകത്തെയും സർവ്വതിനെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ ഞാൻ എവിടെ ഒളിപ്പിക്കും? എനിക്ക് എവിടെ ഒളിപ്പിക്കാൻ കഴിയും? ഈ യുവാവിന്റെ മറുപടി കേട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു കരഞ്ഞുപോയി. അദ്ദേഹം മദീനയിൽ എത്തിയതിനു ശേഷം ഈ യുവാവിനെയും ഈ ആടുകളെയും അദ്ദേഹത്തിന്റെ യുവാവിന്റെ യജമാനിൽ നിന്ന് വിലക്ക് വാങ്ങുകയും ഈ യുവാവിനെ മോചിപ്പിക്കുകയും ഈ യുവാവിന് സമ്മാനമായി ഈ ആടുകളെ നൽകുകയും ചെയ്തു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഇടയൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫഅൈനല്ലാഹ്, അപ്പൊ അല്ലാഹ് എവിടെയാണ് എന്നുള്ളത്. അതാണ് ആ ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യമാണ് തഖ്വയുടെ ചോദ്യം. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ റമളാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പിന്റെ കാലമാണ് വരാനിരിക്കുന്നത്. ഈ തഖ്വയാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു, തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ തന്നെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ജീവിതം തഖ്വയുടെ ജീവിതമാകാൻ വേണ്ടിയിട്ടാണ്. തഖ്വയുടെ നിർവചനമായി മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വളരെ സുന്ദരമായി മഹാനായിട്ടുള്ള അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ചോദിക്കാണ്, യാ കഅബ്, യാ ഉബയ്യ്, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വയുടെ പര്യായമായിരുന്നു മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു. വളരെ സൂക്ഷിച്ച് ജീവിച്ച ജീവിതമായിരുന്നു മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ എന്നാലും ചോദിക്കാണ്, ഉബയ്യ്, എന്താണ് തഖ്വ? തഖ്വ എന്താണ്? ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ അമ്മാ സലക്ത ത്വരീഖൻ ദശൗഖ്, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ മുള്ളുകളുള്ള വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ? മുള്ളുകൾ നിറഞ്ഞ ഇടവഴിയിലൂടെ താങ്കൾ സഞ്ചരിച്ചിട്ടില്ലേ? ആ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ബല, ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. കല്ലുകളും മുള്ളുകളും കുപ്പിച്ചില്ലുകളും നിറഞ്ഞ വഴിയിലൂടെ മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു സഞ്ചരിച്ചിട്ടുണ്ട്, ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉബയ്യ് റളിയല്ലാഹു പറയാണ്, ഫമാ സനഅത, അമീറുൽ മുഅ്മിനീൻ, ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ താങ്കൾ എങ്ങനെ സഞ്ചരിക്കാം? എത്രമാത്രം ശ്രദ്ധിക്കും? മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് റളിയല്ലാഹുവിനോട് പറയാണ്, ഞാൻ എന്റെ വസ്ത്രം ഒന്ന് ചുരുട്ടി പിടിക്കും, എന്നിട്ട് ഞാൻ നോക്കും, വഴിയിൽ സൂക്ഷിച്ചു നോക്കും, എന്നിട്ട് ഞാൻ സൂക്ഷിച്ചു നടക്കും,
എന്റെ സൂക്ഷ്മതയോടുകൂടി ഞാൻ ആ വഴിയിലൂടെ നടക്കും. എന്തുകൊണ്ടാണ്? എന്റെ കാലിലോ എന്റെ വസ്ത്രത്തിലോ ആ മുള്ളുകൾ ഏൽക്കുമോ എന്ന് ഭയപ്പെട്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ മുള്ളുകളുള്ള വഴിയിലൂടെ സഞ്ചരിക്കാറുള്ളത്. മഹാനായിട്ടുള്ള ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാണ്, അമീറുൽ മുഅ്മിനീൻ ദാലിക തഖ്വ, അതാണ് തഖ്വ, അത് തന്നെയാണ് തഖ്വ. നോക്കൂ, ജീവിതം എന്നത് മുള്ളുകൾ നിറഞ്ഞ വഴിയാണ്. ജീവിതം എന്നത് മുള്ളു നിറഞ്ഞ വഴിയാണ്. ആ മുള്ളുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിലെ ചതിയും വഞ്ചനയും കളവും വ്യാജവും പരദൂഷണവും സോഷ്യൽ മീഡിയയിലെ മോശപ്പെട്ട കാഴ്ചകളും ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ദൂഷ്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് ആ ജീവിതത്തിന്റെ മുള്ളുകൾ. ഈ ജീവിതത്തിലൂടെ പോകുമ്പോൾ ആ മുള്ളുകളിൽ നമ്മുടെ വസ്ത്രം തട്ടാതെ കറ പുരളാതെ ജീവിതം തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകുക എന്നുള്ളതാണ് തഖ്വ. അതാണ് മഹാനായിട്ടുള്ള ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇത് തഖ്വയാണ്. ഇത് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും വേണം. പക്ഷെ പലപ്പോഴും നമ്മളിലൊക്കെ ചില സങ്കടം എന്ന് പറഞ്ഞാൽ ചില ആളുകള് അവർക്ക് തഖ്വ ഉണ്ടാകുക പള്ളി വരുമ്പോ മാത്രം. പള്ളിയിൽ വരുമ്പോൾ നല്ല തഖ്വയായിരിക്കും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ തഖ്വയുടെ ഒരു ഭാഗം പോലും എന്ത് ചെയ്യില്ല, ജീവിതത്തിൽ കാണൂല. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ദൂരേക്കൊന്നും പോകണ്ട, താൻ ഊരി വെച്ചിട്ടുള്ള ചെരുപ്പിന്റെ സ്ഥാനൊന്ന് മാറിയാൽ മതി, താൻ അയച്ചു വെച്ച ചെരുപ്പൊന്ന് സ്ഥലത്ത് കാണാഞ്ഞാ മതി, അദ്ദേഹത്തിന്റെ തഖ്വയുടെ തനി നിറം അപ്പൊ പുറത്തു വരും. അതാ നമ്മുടെയൊക്കെ തഖ്വ പലപ്പോഴും പല ആളുകളിൽ പള്ളിയിൽ വരുമ്പോ നല്ല തഖ്വയായിരിക്കും, എന്നാൽ ജീവിതത്തേക്ക് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യുന്നില്ല, ആ തഖ്വ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്നാൽ സത്യത്തില് ഈ തഖ്വ എവിടെയാണ് കൂടുതൽ ആവശ്യം? പള്ളിയിലല്ല, പള്ളിക്ക് പുറത്തുള്ള നമ്മുടെ ജീവിതമുണ്ടല്ലോ, അവിടെയാണ് തഖ്വയുടെ ആവശ്യം കൂടുതലുള്ളത്. കാരണം മുള്ളുകളും ചതികളും വഞ്ചനകളും നിറഞ്ഞ സ്ഥലം അവിടെയാണ്. നമ്മളെ ആക്രമിക്കാൻ പോകുന്ന പല സംഭവങ്ങളും പുറത്താണ്. അവിടെയാണ് സൂക്ഷ്മതയുടെ ജീവിതം നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ബിസിനസ് മേഖലകളിൽ, നമ്മുടെ കച്ചവട സ്ഥലത്ത്, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, മറ്റു എല്ലാ മേഖലകളിലും, നമ്മുടെ വ്യവഹാര മേഖലയിലൊക്കെ നമുക്ക് തഖ്വ ഉണ്ടാകണം, സൂക്ഷ്മത ഉണ്ടാവണം. അള്ളാഹനെ സൂക്ഷിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. മഹാനായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് വളരെ സുന്ദരമായിട്ട് 4 ഭാഗങ്ങളായിട്ട് വിശദീകരിച്ചു തന്നു. അലി റളിയല്ലാഹു അൻഹു എന്താണ് തഖ്വ എന്നുള്ളത്, ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ തഖ്വ ഉണ്ടാവണമെന്നുള്ളത് മഹാനായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു വളരെ സുന്ദരമായിട്ട് വിശദീകരിച്ചു. ഒന്നാമത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളതാണ്. അവിടെയും പലപ്പോഴും നമുക്ക് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിനെ പേടിക്കേണ്ടത്? ഒരു പോലീസുകാരനെ കാണുമ്പം ഹെൽമറ്റ് ധരിക്കാനുള്ള പേടിയാണോ നമുക്കുണ്ടാവേണ്ടത്? അതല്ല, അങ്ങനെയുള്ള പേടിയല്ല അള്ളാഹിനെ പേടിക്കേണ്ടത്. മറിച്ച് ഇത് സ്നേഹിക്കുന്ന ഒരാളുടെ സ്നേഹം അത് മാറിപ്പോകുമോ, സ്നേഹിക്കുന്ന ഒരാള് എന്നോട് പിണങ്ങിപ്പോകുമോ എന്ന ഒരു പേടിയാണ് അള്ളാഹുവിനെ കുറിച്ചുണ്ടാവേണ്ട പേടി. നോക്കൂ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? നമ്മുടെ ഉമ്മയാണോ? നമ്മുടെ ഉപ്പയാണോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? നമ്മുടെ മക്കളാണോ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണോ, സഹോദരിയാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണോ? ഇവരിൽ ആരാ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഇവരാരുമല്ല നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അള്ളാഹ്ക്കാണ് നമ്മോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. നിങ്ങൾക്കറിയാം, ചരിത്രത്തിൽ കാണാം, താബികളിൽ നമുക്ക് കാണാം, ഒരു കുട്ടി മരണമാസന്നമായി കൊണ്ടിരിക്കുന്ന സമയം, മരണമാസന്നമായി ആ കുട്ടിക്ക്. ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഉമ്മ ആ കുട്ടിയുടെ അടുക്കൽ നിന്ന് ആകെ പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന, ഉമ്മ കരയുന്ന, ഉമ്മ വേദനിക്കുന്ന രംഗം കുട്ടി ഇങ്ങനെ കാണാണ്. മരിക്കാൻ കിടക്കുന്ന കുട്ടി കാണാണ്. ആ സമയത്ത് ഉമ്മാനോട് ഈ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉമ്മ, നാളെ പരലോകത്ത് ചെന്നാൽ എന്നെ വിചാരണ ചെയ്യുന്നത് എന്റെ ഉമ്മയാണെങ്കിൽ എന്നെ നരകത്തിയിലേക്ക് ഉമ്മ വലിച്ചെറിയുമോ? കുട്ടി ചോദിക്കാണ്. ആ സമയത്ത് ഈ കുട്ടിനോട് ഉമ്മ പറയാണ്, ഒരിക്കലുമില്ല മോനെ, നിന്നെ ഞാൻ നരകത്തിലേക്ക് ഞാൻ വലിച്ചെറിയില്ല. എന്നാ ഈ കുട്ടി ആ സമയത്ത് ഈ കുട്ടി ഉമ്മാനോട് പറയാണ്, എന്നാൽ ഉമ്മ, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാളും എന്നെ സ്നേഹിക്കുന്നവനാണ് എന്റെ റബ്ബ്. ആ റബ്ബ് എന്നെ എങ്ങനെ തീയിലേക്ക് വലിച്ചെറിയും?
എന്ന് പറയുന്ന ആ റബ്ബിന്റെ സ്നേഹമാണ് ആ കുട്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബ. ആ റബ്ബിന്റെ സ്നേഹം നമ്മിൽ നിന്ന് അകന്നു പോകുമോ എന്ന പേടിയാണ് അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവേണ്ടത്. അല്ലാതെ അള്ളാഹു വലിയൊരു ഗൗരവമുള്ളവൻ, തീയിലേക്ക് വലിച്ചെറിയുന്നവൻ എന്ന ഭീമാകാരമായ പേടിയല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. മറിച്ച് അള്ളാന്റെ കാരുണ്യം, അള്ളാന്റെ സ്നേഹം, അള്ളാന്റെ കാരുണ്യം, അള്ളാന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കോപത്തേക്കാൾ അള്ളാഹുവിന്റെ സ്നേഹമാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹിക്കുന്നവന്റെ സ്നേഹം നമ്മിൽ നിന്ന് അകന്നു പോകുമോ എന്ന പേടിയാണ് തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം ഒന്നാമതായി ഉണ്ടാവേണ്ടത്. രണ്ടാമതായി അലി റളിയല്ലാഹു എണ്ണി അൽ അമലു ബിത്തൻസീൽ. പിന്നെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തഖ്വ എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതാണ് ട്ടോ. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതാണ് ട്ടോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബാക്കൾ, റസൂലുള്ളാഹിന്റെ കാലശേഷം സഹാബാക്കൾ ചോദിച്ചു ആയിഷ ബീബിയോട് പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളത്, എങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. മഹദിയായ ആയിഷ ബീബി അവർക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? കാന ഖുലുഖുഹുൽ ഖുർആൻ, കാന ഖുലുഖുൽ ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നുള്ളത്. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതാണ് തഖ്വയുടെ രണ്ടാമത്തെ ഭാഗം. ഇനി നോക്കൂ, നമുക്കൊക്കെ എത്ര റമളാൻ കിട്ടി, ജീവിതത്തിൽ എത്ര റമളാൻ നമ്മൾ പൂർത്തിയാക്കി, എത്ര നോമ്പ് നമ്മൾ നോറ്റ്. എന്നിട്ട് ഈ ഖുർആനിന്റെ കൂടെ ജീവിക്കാൻ, ഈ ഖുർആനിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതല്ല, ഖുർആൻ ഒരു വഴിക്കും നമ്മൾ വേറൊരു വഴിക്കുമല്ലേ നമ്മൾ ഇതുവരെ സഞ്ചരിച്ചത്? ഖുർആൻ ഒരു വഴിക്ക് സഞ്ചരിച്ചും നമ്മൾ വേറെ വഴിക്കും സഞ്ചരിച്ചും. ഇതല്ലേ നമ്മ സത്യം? ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധം അത്രമാത്രമല്ലേ ഉള്ളൂ. ഒരു കഥ പറയാം. ഒരു കഥയുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി, നമുക്കറിയാം മദ്രസയിൽ നിന്ന് ഖുർആൻ പഠിക്കും എന്നുള്ളത്. ആ ഖുർആൻ പഠിക്കുന്ന കുട്ടി വീട്ടിലെത്തിയ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കും, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ആ കുട്ടി അന്ന് മഗ്‌രിബിന് ശേഷം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാപ്പ വീട്ടിലേക്ക് കയറി വരുന്നത്. കുട്ടിയുടെ പാരായണം വാപ്പ ശ്രദ്ധിക്കുന്നു. കുട്ടി അന്ന് ഓതിയത് സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതിയേക്കാം. ആ ആയത്ത് ഓതുന്ന സമയത്ത് വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഈ ഭാഗം ഓതുന്ന സമയത്ത് ആ അർഹാം എന്ന് പറയുന്നിടത്ത് ആ ഹാ അല്പം തെറ്റിപ്പോയി. കുട്ടിയുടെ ആ ഹാ, അതിന്റെ മഖ്റജ് ശരിയായില്ല. ആ വാപ്പ പിടിക്കുക ഈ കുട്ടീനെ. ആ വാപ്പ പറയാണ്, അങ്ങനെയല്ല, കയർത്ത് സംസാരിക്കുകയാണ് ഈ കുട്ടീനോട്. അങ്ങനെയല്ല, അവിടെ ഹാ ആണ്. അതിന്റെ മഖ്റജ് ശരിയാക്കണം. എവിടുന്ന് പഠിക്കണു? പിന്നെ മദ്രസയിലെ ടീച്ചർക്കായി കുറ്റം, മദ്രസക്കായി കുറ്റം, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ആയത്തിൽ പറഞ്ഞൊരു ആശയമുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചൊരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഈ വാപ്പ ആരാണ്? തന്റെ ഉടപ്പിറപ്പിനോട് കൊല്ലങ്ങളോളമായിട്ട് തന്റെ ഉടപ്പിറപ്പിനോട് തെറ്റി നിൽക്കുന്ന ബാപ്പയാണ് ഈ ആയത്തിലെ കുട്ടിനെ ഹായ് പഠിപ്പിക്കുന്നത്. അതേപോലെയാണ് നമ്മുടെ ഖുർആനായിട്ടുള്ള ബന്ധങ്ങൾ. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെയാണ്. ഖുർആൻ ഓതുന്നുണ്ട്, അതിന്റെ മഖ്റജ് അടിസ്ഥാനത്തിൽ ഓതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, തജ്വീദ് അടിസ്ഥാനത്തിൽ ഓതുന്നുണ്ട്. പള്ളിയിൽ വന്നാൽ നമ്മൾ സുഖസുന്ദരമായിട്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, വീട്ടിലും നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പാരായണം ഒരു വഴിക്കും, ജീവിതം വേറൊരു വഴിക്കുമാണ് നമ്മൾ നീങ്ങുന്നത്. പരിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. പറഞ്ഞില്ലേ? നമ്മളല്ലേ പറഞ്ഞത്? ഈ ഭാഗം ഓതിയില്ലേ? നമ്മൾ ഓതിയില്ല? എത്ര പ്രാവശ്യം ഓതി? എന്താണ് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കുലു വശ്റബു, നിങ്ങൾ തിന്നുക കുടിക്കുക, വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാകരുത് ട്ടോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്ന ആളുകളെ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അമിതമാക്കുന്ന ആളുകളെ അല്ലാഹുക്ക് ഇഷ്ടമല്ല ട്ടോ. അത് വേറെ വഴിക്ക്, നമ്മൾ ഈ വഴിക്കും പോയി. ഇതല്ല നമ്മുടെ ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതം. എന്നാൽ തഖ്വ എന്നുള്ളത് എന്താ? ഈ ഖുർആൻ അടിസ്ഥാനത്തിൽ ഖുർആനിൽ ഒരു ആയത്ത് പഠിച്ചാൽ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇതാണ് തഖ്വയുടെ രണ്ടാമത്തെ ഭാഗം.
മൂന്നാമത് അലി റളിയല്ലാഹു എണ്ണുകയാണ് അൽ ഖനാഅത്തു ബിൽ ഖലീൽ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് കിട്ടിയതിൽ തൃപ്തി അടയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ റിസ്ക് കണക്കാക്കി കഴിഞ്ഞു. കണക്കാക്കി എത്ര ഉണ്ട്, എന്തൊക്കെ നേടിയെടുക്കും, എന്തൊക്കെ നിനക്ക് ലഭിക്കാൻ പോകുന്നത്, ദുനിയാവിലെ അനുഗ്രഹങ്ങൾ എത്രയാണ്, വിഭവങ്ങൾ എത്രയാണ്, താങ്കൾ എത്ര ആസ്വദിക്കും, എത്ര അനുഭവിക്കും എന്നുള്ളതൊക്കെ എഴുതി കഴിഞ്ഞ് രേഖപ്പെടുത്തിയിട്ട കാര്യമാണ്. പക്ഷേ ആ ഒരു വിഷയത്തിൽ ഇപ്പോഴും നമുക്ക് പരിഭവമാണ്, പ്രയാസമാണ്. നമുക്ക് ലഭിക്കുന്നതിലൊന്നും നമുക്ക് എന്തില്ല, തൃപ്തിയില്ല. നമ്മൾ ദുനിയാവിന്റെ പിറകെ പിന്നീട് നമ്മൾ ഓടുകയാണ്. എന്തിന്? സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി. പക്ഷെ വർദ്ധിച്ച് കിട്ടിയിട്ടും എത്ര കിട്ടിയിട്ടും നമുക്ക് എന്തില്ല, നമുക്ക് ആ തൃപ്തി അനുഭവിക്കുന്നില്ല. അൽ ഖനാഅത്ത്, ഒരു തൃപ്തി ഉണ്ടല്ലോ, സംതൃപ്തി, അത് നമുക്ക് കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. മുൻകാലഘട്ടവും ഈ കാലഘട്ടവും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഇപ്പത്തെ അവസ്ഥയും മുമ്പത്തെ അവസ്ഥയിലും നമ്മൾ എത്രമാത്രം എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത്. എന്നാൽ മുമ്പത്തെ ഒരു അവസ്ഥയെ പോലെയുള്ള ഒരു തൃപ്തി ഇന്ന് ഇത്രമാത്രം നമുക്ക് നേടിയിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് എന്താണ്? തെക്കുവയുടെ കുറവാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗൈന മിൻ കസ്റത്തിൽ അർള്. കുറെ വിഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ലട്ടോ മനസ്സിന്റെ സംതൃപ്തി. മനസ്സിന്റെ ധന്യത എന്ന് പറഞ്ഞാൽ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ മാത്രം നിങ്ങളുടെ വീടുകളിലും പുറത്തും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതല്ല മനസ്സിന്റെ സംതൃപ്തി. മറിച്ച് വലാകിന്നൽ ഗൈന ഗൈനൻ നഫ്സ്, മറിച്ച് മനസ്സിന്റെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ, പിന്നെ മനസ്സിന്റെ ധന്യത എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ധന്യത, സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന് കിട്ടുന്ന ഒരു ധന്യത ഉണ്ട്. മനസ്സിന് കിട്ടുന്ന ധന്യത, ആ ധന്യത എവിടുന്നാ കിട്ടുക? മഹാനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് എന്താ പറഞ്ഞത്? അബൂ ഹുറൈറ, വർളിമാ ഖസമല്ലാഹു ലക, അല്ലാഹു താങ്കൾക്ക് കണക്കാക്കി വെച്ചതിലുണ്ടല്ലോ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതിൽ താങ്കൾ പരിപൂർണ തൃപ്തിയുള്ള ആളാവുക. എങ്ങനെയെങ്കിൽ തകുൻ അഗ്നന്നാസ്, അങ്ങനെയെങ്കിൽ താങ്കൾ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ താങ്കളായിട്ട് മാറട്ടോന്ന. അല്ലാഹു തന്ന വിഷയത്തിൽ പരിപൂർണ സംതൃപ്തി അടയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരാ ഈ നാട്ടിലെ കോടീശ്വരൻ? ആ മനുഷ്യനാ. ആരാ ഈ നാട്ടിലെ വലിയ സമ്പന്നൻ, മുതലാളി ആരാണ്? അള്ളാഹു തന്ന വിഷയത്തിൽ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ പരിപൂർണമായിട്ടുള്ള തൃപ്തി ആർക്കുണ്ടോ അവനാണ് ഏറ്റവും സമ്പന്നൻ. മറ്റതെന്താണെന്നറിയോ? തൃപ്തിയില്ല എങ്കിൽ എത്ര കിട്ടിയിട്ടും കാര്യമില്ല, മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. ഇവന്റെ മനസ്സ് മുഴുവൻ ദാരിദ്ര്യം അനുഭവപ്പെടുക. എന്തേ? പോരാ, ഇല്ല, തികഞ്ഞിട്ടില്ല എന്ന വലിയ ഒരു ദാരിദ്ര്യമാണ് ഈ മനുഷ്യന്റെ മനസ്സെന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ സമ്പന്നൻ എന്ന് പറയാൻ പറ്റുമോ? അവന് കോടീശ്വരൻ എന്ന് പറയാൻ പറ്റുമോ? അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ സമ്പന്നൻ അത് കിട്ടിയതിൽ തൃപ്തിയുള്ള ആളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇതാണ് തഖ്വയുടെ മൂന്നാമത്തെ ഭാഗം. അള്ളാഹു തന്നത് അത് പരിപൂർണ തൃപ്തിയോടുകൂടി, ഇതാണ് എനിക്ക് അള്ളാഹു വിധിച്ചത്, അതാണ് എന്റെ മുതൽ, അതാണ് എനിക്ക് അനുഭവിക്കാനുള്ളത്. പരിപൂർണ സംതൃപ്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ കഴിയും. നാലാമതായി അലി റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞത് എന്താണെന്നറിയോ? അൽ ഇസ്തിഅദാദ്, തയ്യാറായിക്കൊള്ളുക. എന്തിനു വേണ്ടി? ലിയോമിർ റഹീൽ, ഒരു യാത്രയുണ്ട്, ആ യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കിക്കൊള്ളുക, ഒരു മുന്നൊരുക്കം. എവിടേക്കുള്ള യാത്രയാണ്? അള്ളാഹുവിനെ കാണാൻ പോകുന്ന ഒരു യാത്ര എനിക്കും നിങ്ങൾക്കുണ്ട്. അതിന് തയ്യാറാക്കി വെച്ചോ നമ്മൾ. അതാണ് തഖ്വ. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ആളുകളാണ് നമ്മൾ. അതിലേക്കുള്ള വിഭവമാണ് തഖ്വ. നന്മയുടെ തട്ട്, മീസാന് കനം തൂങ്ങണമെങ്കിൽ ആ തഖ്വ അവിടെ ഉണ്ടായിരിക്കണം, സൂക്ഷ്മത അവിടെ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുൻ, നിങ്ങളായിത്തീരണം കേട്ടോ, മുസ്ലിമേ നിങ്ങളായിത്തീരണം കേട്ടോ. ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ നിങ്ങൾ കഴിഞ്ഞുകൂടുന്ന സമയത്ത് നിങ്ങൾ ആയിത്തീരണം കഅന്നക ഗരീബൻ, ഒരു അപരിചിതനെ പോലെ. ഈ ദുനിയാവിന്റെ ആളല്ല ഞാനും നിങ്ങളും. നമ്മൾ ഈ ദുനിയാവുമായിട്ട് എന്താ ബന്ധം? ഒരു അപരിചിതനെ പോലെ. അല്ലെങ്കിൽ കഅന്നക ആബിറുസ് സബീൽ, ഒരു വഴി യാത്രക്കാരനെ പോലെയാണ് ഈ ദുനിയാവുമായിട്ട് നമുക്കുള്ള ബന്ധം, ഈ ജീവിതവുമായിട്ട് നമുക്കുള്ള ബന്ധം. അങ്ങനെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ യാത്ര. ആ യാത്രയിൽ വിഭവങ്ങൾ ഒരുക്കിക്കൊള്ളണം, വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മൂല്യമുള്ളതും
അതുപോലെ തന്നെ പരലോകത്തെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നതും ഏത് നന്മകളുടെയും പുണ്യം അളക്കുന്നതും പരിഗണിക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ തഖ്വയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വതസവ്വദു, നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ഒരുക്കിക്കൊള്ളുക, നിങ്ങളുടെ യാത്രക്കുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കിക്കൊള്ളുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം, നിങ്ങൾ ഈ വിഭവങ്ങൾ ഒരുക്കുമ്പോൾ ഫഇന്ന ഖൈറസ്സാദി, വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിഭവം ഏതാണെന്നറിയോ? അത്തഖ്വ, അള്ളാഹിനെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ്. ജീവിതത്തിന്റെ ഏത് മേഖലകളിലുള്ള അള്ളാഹിനെ കുറിച്ചുള്ള സൂക്ഷ്മത ഉണ്ടല്ലോ, അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം, ആ തഖ്വയാണ് അള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ ഉള്ള വിഭവങ്ങളിൽ ഏറ്റവും വലിയ വിഭവമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിക്കണം, യാ ഉലുൽ അൽബാബ്, ഈ ബുദ്ധിയുള്ള ആളുകൾ അവർ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്റെ ഏറ്റവും വലിയ വിഭവം, ആ ഉത്തമമായ വിഭവം അള്ളാഹിനെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ്. ആ ഒരു ശൈലിയാണ്, ആ ഒരു ജീവിതമാണ്. അതാണ് വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവം. മഹാനായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു ഒരിക്കല് മക്ബറയുടെ അരികിലൂടെ പോകാം. ഖബർസ്ഥാനിന്റെ അരികിലൂടെ പോകുന്ന സമയത്ത് ആ ഖബർസ്ഥാനിലേക്ക് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം അലി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ അഹ്ലൽ ഖുബൂർ മാ ഖബറുക്കും ഇന്ദുക്കും, ഖബർ ആളുകളെ, നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ വർത്തമാനം എന്താണ്? നിങ്ങളുടെ വിശേഷം എന്താണ്? എന്നാൽ ഇന്നൽ ഖബർ ഇൻദന, എന്നാൽ ഞങ്ങളുടെ അടുക്കലുള്ള വിശേഷം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരട്ടെ. ഞങ്ങളുടെ അടുക്കൽ ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങളുടെ അടുക്കലും ചില വിശേഷങ്ങളുണ്ട്. എന്താണ് ആ വിശേഷം? അന്ന അംവാലക്കും ഖുസിമത്, നിങ്ങളുടെ വീടുകളൊക്കെ, നിങ്ങളുടെ ധനമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, നിങ്ങൾ ഉപേക്ഷിച്ചു പോയിട്ടുള്ള നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള സമ്പത്തുണ്ടല്ലോ, നിങ്ങളുടെ ബാങ്ക് ബാലൻസുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഖുസിമത്, മറ്റു ആളുകൾ വിഭജിച്ചെടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്തെടുത്തിട്ടുണ്ട്, അതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. വന്ന ബുയൂത്തക്കും, നിങ്ങളുടെ ഒരു ആയുഷ്കാലത്ത് നിങ്ങൾ പണിതുണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ വീടുണ്ടല്ലോ, നിങ്ങളുടെ വീടുകൾ, ഭവനങ്ങൾ, കത് സുക്കിനത്ത്, ആ ഭവനങ്ങളിൽ മറ്റു ആളുകൾ താമസമാക്കിയിട്ടുണ്ട് കേട്ടോ, മറ്റു ആളുകൾ അവിടെ താമസമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഇണകളെ മറ്റുള്ളവർ വിവാഹം കഴിച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ കൂടെയാണ് അവർ താമസിക്കുന്നത് കേട്ടോ. തുമ്മബക്കാം തുമ്മക്കാല, എന്നിട്ടിത് പറഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു അല്പം മാറി നിന്ന് കരയാൻ തുടങ്ങുക. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, വല്ലാഹി, അല്ലാഹു ആണേ സത്യം, ലൗ ഇസ്തതാഉ അൻ യുജീബു ലഖാലു, ഇവർക്കെങ്ങാനും എന്റെ വാക്ക് കേട്ട് അതിന് ഉത്തരം പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, അന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല വിഭവം ഞങ്ങൾക്ക് ആവശ്യം, ഏറ്റവും നല്ല വിഭവം തഖ്വയാണ് ട്ടോ എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു എന്നുള്ളത്. കാരണം ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാലേ പിന്നെ തുണ ഉണ്ടാവുക, കൂടെ ഉണ്ടാവുക ഈ തഖ്വയാണ്. ഈ തഖ്വ ഉണ്ടാക്കാനാണ് ഈ മുൻഗാമികളായിട്ടുള്ള ആളുകളൊക്കെ പരമാവധി ഈ വിഷയത്തിൽ എന്ത് ചെയ്ത് ശ്രമിച്ചത്. അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മഹാനായിട്ടുള്ള മുഹമ്മദ് ബിൻ മുബക്കദിർ, അദ്ദേഹം വലിയൊരു തുണിക്കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കടയിൽ 5 ദിർഹമിന്റെയും 10 ദിർഹമിന്റെയും തുണികളുണ്ട്. ഒരിക്കൽ അദ്ദേഹം കടയിൽ ഇല്ലാത്ത സമയത്ത് ഒരു മനുഷ്യൻ വന്ന് തന്റെ ജോലിക്കാരനിൽ നിന്ന് 5 ദിർഹമിന്റെ തുണി 10 ദിർഹമിന് വാങ്ങിക്കൊണ്ടുപോയി. തിരിച്ച് ഇദ്ദേഹം വന്ന സമയത്ത്, ഈ മുഹമ്മദ് ബിൻ മുബക്കദിർ വന്ന സമയത്ത് അറിയുന്നത്, ഒരു മനുഷ്യൻ ഇതാ 5 ദിർഹമിന്റെ തുണി എന്റെ കടയിൽ നിന്ന് 10 ദിർഹമിന് വാങ്ങിക്കൊണ്ടുപോയിരിക്കുന്നു. വല്ലാത്ത പ്രയാസം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്, ഒരു വേദന അനുഭവപ്പെടുകയാണ്. എന്റെ വേദന അതാണ് തഖ്വ എന്ന വേദന. അദ്ദേഹം ആ മനുഷ്യനെ കണ്ടുപിടിക്കാൻ ആ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു. അവസാനം അദ്ദേഹത്തിന് ഈ മനുഷ്യനെ കണ്ടുകിട്ടി. എന്നിട്ട് അദ്ദേഹം 5 ദിർഹം ബാക്കി കൊടുക്കുന്നു, ബാലൻസ് കൊടുക്കുന്നു. ആ സമയത്ത് ഈ വാങ്ങിയ മനുഷ്യൻ പറയാണ്, സുഹൃത്തെ, ഞാൻ തൃപ്തിപ്പെട്ട വാങ്ങിയത്. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, ആയിക്കോട്ടെ ശരി, താങ്കൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ എനിക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നത് തഖ്വയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, ഈ ഒരു തഖ്വയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഈ തഖ്വയുടെ ഗൗരവം മറ്റാരും കാണുന്നില്ല എങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. നോമ്പ് നമുക്ക് നൽകുന്നത് ഈ ഒരു പരിശീലനമാണ്. അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധം. പൈപ്പ് തുറന്നാലും വെള്ളം കുടിക്കാം,
എന്നാലും നോമ്പ് കാലത്ത് ആ വെള്ളത്തിനോട് നോ പറയുന്ന നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന മറ്റ് ഹറാമുകളിൽ നിന്ന് നോ പറയാൻ നമുക്ക് കഴിയണം. അവിടെയാണ് തഖ്വ നിലകൊള്ളുന്നത്. പൈപ്പിൽ വെള്ളം ഉളെടുക്കുന്ന സമയത്ത് പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്ന സമയത്ത് കുടിച്ചാൽ, ഒരു മുറുക്ക് കുടിച്ചാൽ ആരും കാണൂല സുഹൃത്തുക്കളെ. ആരാ കാണാ? നോമ്പ് നോറ്റില്ലെങ്കിൽ ആരെയും കാണുമോ? എന്നാലും നമ്മൾ നോമ്പ് നോൽക്കുന്നു. ആ വെള്ളത്തോട് നോ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് മറ്റു ഹറാമുകളിൽ നിന്ന് നമുക്ക് മാറിക്കാൻ കഴിയുന്നില്ല? ആ ഹറാമിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. അതിനുള്ളൊരു പരിശീലനമാണ് ഈ റമദാൻ മാസത്തിലെ നോമ്പ്. തഖ്വയാണ്. അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഹലാലായ ഭക്ഷണത്തെ നമ്മൾ മാറ്റിവെക്കുന്നു. ഹലാലായ ഭക്ഷണത്തെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പോലും നമ്മൾ മാറ്റിവെക്കുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ, ദാഹം സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ, അപ്പോഴും നമ്മുടെ മുമ്പിൽ വെള്ളമോ ഭക്ഷണമോ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിവെക്കുന്നു. ഒരു സമയമുണ്ട്, ഇത് കുടിക്കാൻ, ഇത് ഭക്ഷിക്കാനുള്ള സമയം അള്ളാഹ് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മളത് മാറ്റിവെക്കുന്നുവെങ്കിൽ മറ്റു ഹറാമായ എത്ര വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണ്ടേ? ഇതാണ് തഖ്വ. ഈ ഒരു ഭംഗിയാണ്, ഈ ഒരു സൂക്ഷ്മതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ എന്ന പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മളെ പരിശീലിപ്പിച്ചെടുക്കുന്നത്. ആ പരിശീലിപ്പിച്ചെടുക്കുന്ന റമളാൻ മാസത്തിൽ അതിൽ ജീവിക്കുവാനും നോമ്പ് നോൽക്കുവാനും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാകുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സ്വർഗീയ ലോകം ഒരുക്കി വച്ചതും തഖ്വയുള്ള ആളുകൾക്ക്. മാത്രമല്ല, ഈ ദുനിയാവിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു കൈവിടിയില്ലെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് നമ്മെ അറിയിക്കുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എത്ര സുന്ദരമാണ്, ആശ്വാസമാണ് ഈ ഒരു വചനം. എന്താ ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വമൻ യത്തഖില്ലാഹ, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം ഒരാൾ സൂക്ഷിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു റഖീബാണ്. എന്നെ എങ്ങനെയും അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എന്റെ മനസ്സിനെ അറിയുന്നു, എന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ അറിയുന്നു. ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യജ്അൽ ലഹു മഖ്റജ, ഇവന് ഞാനൊരു പോംവഴി കൊടുക്കട്ടോന്നാണ്. ഈ മനുഷ്യൻ ഏത് പ്രതിസന്ധികളിൽ അകപ്പെട്ടാലും ശരി, ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, ഒരു വഴി ഈ മനുഷ്യന് അല്ലാഹു കൊടുക്കും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. എവിടെ ആർക്കും നമ്മെ ഈ ദുനിയാവിൽ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഞാൻ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്. ഞാൻ എന്റെ സാമ്പത്തിക രംഗത്ത്, എന്റെ കുടുംബരംഗത്ത്, എന്റെ കുടുംബക്കാരോട്, എന്റെ മക്കളോട്, എന്റെ ഭാര്യയോട്, എന്റെ ഭർത്താവിനോട്, എന്റെ മാതാപിതാക്കളോട്, എന്റെ തൊഴിൽ മേഖലകളിൽ, ഞാൻ ജോലി ചെയ്യുന്ന കച്ചവട മേഖലകളിൽ, എന്റെ ബിസിനസ്സിൽ ഞാൻ അള്ളാഹനെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ എന്തെങ്കിലും കൈവടിയിലെത്തും. അത് അല്ലാഹ് ഏറ്റെടുത്ത ഒരു വാക്കാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാന്റെ കരാർ അത് സത്യസന്ധമാണ്, ഒരിക്കലും ലംഘിക്കൂല അള്ളാന്റെ കരാർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയർസുഖുഹും, ഞാൻ അവന് കൊടുക്കട്ടോ, ഞാൻ അവന് കൊടുക്കും. എന്ത്? അവന്റെ ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ ഞാൻ കൊടുക്കും. ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങള്, ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള സമ്പത്ത്, ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള വിഭവങ്ങള്,
റിസ്ക്, ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഞാൻ അവന് കൊടുക്കും. ഹൈസു ലാ യഹ്തസിബ്, ഈ മനുഷ്യൻ കണക്കാക്കാത്ത രൂപത്തിൽ, ഓർക്കാത്ത രൂപത്തിൽ, നമ്മൾ പോലും ചിന്തിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ സഹായിക്കും. നമുക്ക് പോലും ചിന്താവാത്തക്ക് പോയിണ്ടാവില്ല ഏത് രൂപത്തിൽ അള്ളാഹു നമ്മെ സഹായിക്കുക അറിയില്ല. നമ്മൾ പോലും അറിയാത്ത, നമ്മുടെ മനസ്സിന്റെ കോണിൽ പോലും വരാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. എപ്പോ? നമുക്ക് തെക്കുവയുള്ള മുത്തഖിയായിട്ട് എന്ത് ചെയ്യണം? മാറണം എന്നാണ്. ആദ്യം തെക്കുവ ഉണ്ടാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തെക്കുവ ഉണ്ടാവാൻ പരമാവധി എന്ത് ചെയ്യുക? നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.